അപ്പം നമ്മൾ 4-0 മാച്ച് ജയിച്ചു. അതുപോലെ തന്നെ നമ്മൾ പ്രീമിയർ ലീഗിൽ 9ാം സ്ഥാനത്തെത്തി. നമ്മുടെ GD -ലും 0-ലും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരുന്ന നമ്മുടെ GD അങ്ങനെ +4 എത്തിയിട്ടുണ്ട്. റൂബൻ അമോറിം പുള്ളിയുടെ ആദ്യത്തെ പ്രീമിയർ ലീഗ് ഹോം ഗെയിം ജയിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒത്തിരി നല്ല കാര്യങ്ങൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ മാച്ചിൽ നടന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ച്. പിന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ 4 ഗോളും നമ്മൾ ശ്രദ്ധിച്ചു. അപ്പോൾ 4 ഗോളുകളിൽ ആദ്യത്തെ ആ ഒരു ഗോള് ശരിക്കും കോർണറിൽ നേരെ ബ്രൂണോ ഫെർണാണ്ടസ് റാഷ്ഫോർഡിനെ ഫൈൻഡ് ചെയ്യുന്നു. റാഷ്ഫോർഡ് ബോക്സിൻ്റെ പുറത്തുനിന്ന് ഷോട്ട് എടുക്കുന്നു. ഷോട്ട് ഡിഫ്ലക്ഷൻ ബ്രാന്ത്വൈറ്റിൻ്റെ എവർട്ടൻ്റെ ഡിഫൻഡറായിട്ടുള്ള ബ്രാന്ത്വൈറ്റിൻ്റെ ഡിഫ്ലക്ഷനിൽ അത് ഗോൾ പോസ്റ്റിൽ കയറുന്നു. അങ്ങനെ ഗോളാകുന്നു. എന്നിട്ടും അത് ശരിക്കും സെൽഫ് ഗോളായിട്ടല്ല കൊടുത്തിരിക്കുന്നത്, റാഷ്ഫോർഡിൻ്റെ ഗോളായിട്ടാണ് അത് കാണിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നതിനു വെച്ചാൽ റാഷ്ഫോർഡ് ആ ഗോളിപ്പം ഡിഫ്ലക്ഷൻ ഇല്ലായിരുന്നെങ്കിലും അത് നേരെ ഗോളിലോട്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഗോൾ പോസ്റ്റിനകത്തോട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കണം അത് റാഷ്ഫോർഡിന് ആ ഒരു ഗോള് കൊടുത്തത്. അപ്പോൾ ആ ഒരു ഗോള് ഒഴികെയുള്ള 3 ഗോള് ശ്രദ്ധിച്ചോ. അപ്പോൾ ആ 3 ഗോളുകളിലും നമ്മുടെ ടീമിൻ്റെ ആ ഒരു എന്നാ പറയുന്നത് സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന 3 ഗോളുകളായിരുന്നു. കാരണം നമ്മുടെ ട്രാൻസിഷനും നമ്മുടെ ആ ഒരു ഹൈ ടേൺ ഓവേഴ്സ്, ഈ 2 കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഹൈ ടേൺ ഓവർ എന്ന് പറയുന്ന പരിപാടി ടെൻ ഹാഗിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ ആ ഒരു ടെൻ ഹാഗിൻ്റെ ടീം പ്രീമിയർ ലീഗിലെ തന്നെ അല്ലെങ്കിൽ യൂറോപ്പിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈ ടേൺ ഓവേഴ്സ് വിന്ന് ചെയ്യുന്ന ടീമാണെന്നുള്ള ഒരു ഖ്യാതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഹൈ ടേൺ ഓവർ വഴി ഗോളുകൾ വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസിഷൻ വഴിയും ഗോൾ വരുന്നു. ട്രാൻസിഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിർക്സി ആ ഒരു മിഡ്ഫീൽഡിലോട്ടൊക്കെ ഡ്രോപ്പ് ചെയ്ത് ബോൾ വിൻ ചെയ്ത് നമ്മുടെ അമാദിനെ ഫൈൻഡ് ചെയ്ത് ആ ഒരു റാഷ്ഫോർഡിൻ്റെ സെക്കൻഡ് ഹാഫിലെ ആ ഒരു ആദ്യത്തെ ഗോൾ. അപ്പോൾ ആ ഒരു ഗോൾ ശരിക്കും ട്രാൻസിഷൻ വഴി വരുന്നു. ബാക്കിയുള്ള സിർക്സിയുടെ 2 ഗോളുകളും ടേൺ ഓവേഴ്സ്, ആ ഒരു ഹൈ ടേൺ ഓവർ വഴിയാണ് ആ ഒരു ഗോൾ രണ്ടും വന്നത്. ആ 2 ഗോളിൻ്റെ മുതലാളി, അല്ലെങ്കിൽ ആ ഒരു 2 ഗോളും ഉണ്ടാക്കിയെടുത്ത മനുഷ്യൻ എന്ന് പറയുന്നത് അമാദ് ഡിയാലോ ആണ്. പുള്ളിയുടെ ഇൻറ്റൻസിറ്റി, പുള്ളിയുടെ വർക്ക് റേറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അമാദ് ഡിയാലോയെ നമ്മൾ ആ ഒരു ഇൻറ്റീരിയറായിട്ട്, ആ ഒരു റൈറ്റ് സൈഡഡ് ഇൻറ്റീരിയറായിട്ട് കളിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ അമോറിമിൻ്റെ പ്ലാൻ വേറെയാണ്. കാരണം പുള്ളി ഈ ഒരു അമാദ് ഡിയാലോ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ വർക്ക് റേറ്റും കാര്യങ്ങളും കണ്ട് പുള്ളിക്ക് മനസ്സിലായി യുണൈറ്റഡ് ടീമിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതും അത് എഫക്റ്റീവായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ബോൾ വിൻ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഒക്കെ ഉള്ള മനുഷ്യൻ അമാദ് ഡിയാലോ ആണ്. അതുകൊണ്ടാണ് പുള്ളി ആ ഒരു റൈറ്റ് സൈഡഡ് വിങ് ബാക്കിൻ്റെ ആ ഒരു റോളിൽ പുള്ളിയെ പ്രിഫർ ചെയ്യുന്നത്. അത് ഇന്നത്തെ മാച്ചിൽ 2 ഗോളിലും പുള്ളിയുടെ ഹാർഡ് വർക്ക് വഴിയാണ് ആ ഒരു ഹൈ ടേൺ ഓവർ, ആ ഒരു ബോൾ വിൻ ചെയ്ത് പോയി ഗോൾ അടിക്കുന്നതും 2 അസിസ്റ്റ് കൊടുക്കുന്നതും. പ്രീമിയർ ലീഗിൽ നിങ്ങൾ നോക്കിയോ, പ്രീമിയർ ലീഗിൽ ഈ ഒരു സീസണിൽ ഇതുവരെയായിട്ടും അമാദ് ഡിയാലോയ്ക്ക് 5 അസിസ്റ്റായി. ഇന്നത്തെ മാച്ചിൽ ഒരു ഗോൾ പോലും പുള്ളി സ്കോർ ചെയ്തില്ല എങ്കിലും ഇന്നത്തെ ആ ഒരു മാച്ചിലെ ഏറ്റവും യുണൈറ്റഡിൻ്റെ അല്ല ഇന്നത്തെ ആ ഒരു മാച്ചിലെ ഏറ്റവും നല്ല പ്ലെയർ എന്ന് പറയുന്നത് അമാദ് ഡിയാലോ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലെയറിനെയാണ് ടെൻ ഹാഗ് അളിയൻ ഇതുവരെയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കൊണ്ട് ഇരുന്നത്. പിന്നെ റാഷ്ഫോർഡിൻ്റെ കാര്യം നോക്കിയോ, റാഷ്ഫോർഡ് ഇന്ന് 2 ഗോൾ സ്കോർ ചെയ്തു എങ്കിലും റാഷ്ഫോർഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഇതുവരെയായിട്ടും കൺവിൻസ്ഡ് അല്ല. റാഷ്ഫോർഡ് മുന്നോട്ടും നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ള റാഷ്ഫോർഡിൻ്റെ ഇങ്ങനത്തെ ഒരു എന്നാ പറയുന്നത്, പെട്ടെന്ന് പുള്ളി പുതിയ മാനേജർ വരുമ്പോഴുള്ള പുള്ളിയുടെ ആ ഒരു ഇളക്കം അത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളി എന്നെ റോങ് ആയിട്ട് പ്രൂവ് ചെയ്യുന്നത് വരെ റാഷ്ഫോർഡിൻ്റെ പെർഫോമൻസിൽ ഞാൻ കൺവിൻസ്ഡ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. പുള്ളി റോങ് ആയിട്ട് പ്രൂവ് ചെയ്യട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഹോപ്പ്, അതാണ്. പിന്നെ നമ്മുടെ സിർക്സി ഇന്ന് 2 ഗോൾ സ്കോർ ചെയ്ത് കറക്റ്റ് സമയത്ത് പുള്ളി കറക്റ്റ് ആ ഒരു ബോക്സിലോട്ടുള്ള പുള്ളിയുടെ അറൈവലും ആ ഒരു ഗോൾ പോച്ചിങ് എബിലിറ്റിയും കാര്യങ്ങളും ഇന്നത്തെ മാച്ചിൽ കണ്ടു. അപ്പം നമ്മുടെ 2 ഫോർവേഡ്സും കണ്ടിന്യൂസ് മാച്ചുകളിൽ 2 ഗോളുകൾ അടിച്ച് ഫോമിലാണോ അല്ലയോ എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മളെ എന്താ പറയുന്നത് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിൽ 2 ഗോളുകൾ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യമാണ്. ഇന്നത്തെ മാച്ചിൽ സിർക്സി സ്റ്റാർട്ട് ചെയ്തു, ഫുൾ മാച്ച് കളിച്ചു. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച രാത്രി ആർസണലിനെതിരെ കളിക്കാൻ പോകുന്ന മാച്ചിൽ എനിക്ക് തോന്നുന്നത് റൂബൻ അമോറിം മിക്കവാറും ഹോലൻഡിനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇന്നത്തെ നമ്മുടെ അറ്റാക്കിലും നമ്മുടെ ഹോൾ ഗെയിമിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുറച്ച് ചെറിയ നെഗറ്റീവ് സംഭവങ്ങളുണ്ട്. അപ്പം നെഗറ്റീവ് സംഭവങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മിഡ്ഫീൽഡ് ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു എവർട്ടൺ ആ ഒരു ഭയങ്കര ഇൻറ്റൻസായിട്ട് ഫുട്ബോൾ, അല്ലെങ്കിൽ എവർട്ടൺ മാത്രമല്ല നമുക്ക് ജനറലി ഉള്ള ഒരു പ്രശ്നമാണ്, നമ്മുടെ ഓപ്പോസിഷൻ ഭയങ്കര ഹൈ ഇൻറ്റൻസായിട്ടുള്ള ഫുട്ബോൾ കളിക്കുമ്പോഴത്തേനും നമ്മുടെ മിഡ്ഫീൽഡ് ഭയങ്കര ഷേക്കി ആകുന്നു, ചീപ്പായിട്ട് ബോൾ ലൂസ് ചെയ്യുന്നു.
അല്ല ഇത്ര അഗ്രഷൻ കാണിക്കുമ്പോൾ ആ ഒരു ഓപ്പോസിഷൻ്റെ ഗെയിമിനെ അല്ലെങ്കിൽ ആ ഒരു ഹോൾ മാച്ചിനെ കുറച്ച് തണുപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ ടെമ്പോ ഒന്ന് കൺട്രോൾ ചെയ്ത് സ്ലോ ഡൗൺ ചെയ്യാനുള്ള ആ ഒരു കഴിവില്ല. ചീപ്പറായിട്ട് ബോൾ ലൂസ് ചെയ്യുന്നു, നമ്മൾ ട്രാൻസിഷനിൽ നമ്മളെ ഹിറ്റ് ചെയ്യുന്ന ഓപ്പോസിഷൻ. അത് ഇന്നത്തെ മാച്ചിലും കണ്ടു. ഇന്നത്തെ മാച്ചിൽ നമ്മുടെ മിഡ്ഫീൽഡ് നോക്കിയാൽ കസമീറോയും അതുപോലെ തന്നെ കോബി മെനു, ഈ രണ്ട് ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള ഈ രണ്ട് മിഡ്ഫീൽഡേഴ്സ് രണ്ടുപേരും മോശമായിരുന്നു. അല്ലെങ്കിൽ കസമീറോ കാരണം കോബി മെനു മോശമായിരുന്നു എന്ന് ചിലർ പറയുന്നതൊക്കെ കേട്ടു. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. രണ്ടുപേരും മോശമായിരുന്നു, ഈക്വലി മോശമാണ് രണ്ടുപേരും. അല്ലെങ്കിൽ കസമീറോടെ മണ്ടയ്ക്ക് കുറ്റം വെച്ചുകൊണ്ട് കോബി മെനുവിനെ നമുക്ക് സംരക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറിയ പയ്യനാണ്, ശരിയാ എന്ന് പറഞ്ഞാലും രണ്ടുപേരും ഈക്വലി ഇന്നത്തെ മാച്ചിൽ മോശമായിരുന്നു. വരുന്ന മാച്ചിൽ ഈ ഉഗാർത്തയും അതുപോലെ തന്നെ മേസൺ മൗണ്ട്, ഈ രണ്ട് പ്ലേയേഴ്സ് ഇന്ന് ഈ രണ്ട് പേരുടെ മിഡ്ഫീൽഡ് നമ്മൾ കണ്ടു. ഡീപ്പർ റോളിൽ ഇവരെ രണ്ടുപേരെയും കണ്ടു. അപ്പോൾ അങ്ങനെ ആ ഒരു രണ്ട് മിഡ്ഫീൽഡേഴ്സ് ഡീപ്പർ റോളിൽ വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം സ്ട്രൈക്കറായിട്ട് എന്തായാലും ഹോയിലൻഡ് വരും. ബാക്കിയുള്ള ടീമിൽ ഏതായാലും കോബി മെനുവും അതുപോലെ തന്നെ ലിസാൻഡ്രോ മാർട്ടിനസും അടുത്ത മാച്ചിൽ സസ്പെൻഡഡ് ആണ്. 5ാമത്തെ യെല്ലോ ഇന്ന് രണ്ടുപേരും മേടിച്ച് കറക്റ്റായിട്ട് അവർ സസ്പെൻഷൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചേഞ്ചസ് വരുത്തി നമ്മൾ ആർസണലിനെതിരെ കളിക്കാൻ വേണ്ടി പോകുന്നു. എവേ ഗെയിം ഭയങ്കര മോശമല്ല, ഭയങ്കര ടഫ് മാച്ച് വരുന്നു, ഭയങ്കര ടഫ് ടെസ്റ്റ് അമോറിമിനെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ മാച്ചിൻ്റെ ഹാപ്പിനെസ്സും കാര്യങ്ങളും എല്ലാം എല്ലാവരും ആഘോഷിക്കുക, ആ ഒരു സന്തോഷമെല്ലാം മനസ്സിൽ വെക്കുക. അടുത്ത മാച്ച് എന്തായി തീരും എന്നെനിക്കറിയത്തില്ല. അടുത്ത മാച്ചിൽ നമുക്ക് ആഘോഷിക്കാൻ ഒരു അവസരം തരട്ടെ നമ്മുടെ ടീം എന്ന് കരുതിക്കൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. ബൈ.